ഹലോ, എല്ലാവർക്കും വിനൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പ്രൗൺസ് വെച്ചിട്ടുള്ള ഒരു റോസ്റ്റാണ്. നമ്മുടെ കായലിലെ ചെമ്മീനാണ്. ചെറിയ ചെമ്മീനല്ല, അത്യാവശ്യം വലിയ ചെമ്മീനാണ്. ചെറിയ ചെമ്മീൻ വെച്ചിട്ടും സെയിം റെസിപ്പിയിൽ ചെയ്യാം, വലിയ ചെമ്മീനിലും ചെയ്യാം. ഇനി വലിയ ചെമ്മീനാണെങ്കിൽ അത് കട്ടാക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് എന്നിട്ടും ഈ സെയിം റെസിപ്പിയിൽ ചെയ്യാം. ഇത് ഊണിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സൈഡ് ഡിഷാണ് ചെമ്മീൻ റോസ്റ്റ്. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കിച്ചണിലേക്ക് പോകാം. താങ്ക് യു. ഇതാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന ചെമ്മീൻ. ഇത് കായൽ ചെമ്മീനാണ്. നമ്മളിത് ഉക്കടത്തുനിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതാണ് സംഭവം. കടലിലെ ചെമ്മീനാണെങ്കിൽ ചുവപ്പ് കളറായിരിക്കും. ഇത് കായലിലാണ്. ഇപ്പം നമ്മുടെ എറണാകുളം സൈഡിൽ കായലിലുണ്ടാകുന്ന ചെമ്മീനാണ്. ഇത് നമ്മളിന്ന് ഫ്രൈ ആക്കണം. ഓക്കെ, ഡ്രൈ ഫ്രൈ അല്ല, റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ്. ഓക്കെ, ഈ ചെമ്മീൻ റോസ്റ്റിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഇതൊക്കെയാണ്. ചെമ്മീൻ നമ്മൾ എടുത്തിരിക്കുന്നത് 1 കിലോ ചെമ്മീനാണ്. അത് നമ്മൾ ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഒരു 600-700 ഗ്രാം ഉണ്ടാവുള്ള ഇറച്ചി, ചെമ്മീൻ്റെ മീറ്റ്. അതിലേക്ക് ആവശ്യമായത് ഒരു 4 സവാള ചെറുതായിട്ട് ഇങ്ങനെ സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. നീളത്തിലരിയണ്ട, സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ചാൽ മതി. ചെറുതായിട്ട് അരിയുക. പിന്നെ തക്കാളി, 2 തക്കാളി. സവാളനേക്കാളും കുറവായിരിക്കണം തക്കാളി. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി, ഇഞ്ചി, ഉണക്കമുളക് ചതച്ചത്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കണം, നന്നായിരിക്കും. കാരണം ചെമ്മീൻ വന്നിട്ട് കൊളസ്ട്രോൾ കൂടുതലാണ്. അപ്പോൾ വെളുത്തുള്ളി കൂടുതൽ ചേർക്കുന്നത് നന്നായിരിക്കും. പിന്നെ തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. പിന്നെ അതിനാവശ്യമായ വെളിച്ചെണ്ണ. മഞ്ഞൾപ്പൊടി നമുക്ക് ചെമ്മീനിൽ പുരട്ടി വെച്ചിട്ട് വേവിക്കാനുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. 1, 2, ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യമായ സവാള ഇടാം. ഫസ്റ്റ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക. സവാള നന്നായിട്ട് മൂത്ത് വരണം. അതിനുശേഷം നമുക്ക് തക്കാളി ഇടാം. ചെമ്മീൻ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു നാരുണ്ട്, ബ്ലാക്ക് കളറില്ല, അതെടുത്ത് കളയണം. നോക്കിക്കോ, ഇങ്ങനെയാണ് കളയണത്. ആ ചെമ്മീൻ്റെ സെൻറ്ററിൽ കത്തി കൊണ്ടൊന്ന് വരയുക. നന്നാക്കിയതിന് ശേഷം ഇതാ അതിൻ്റെ ഉള്ളിൽ ഇതാ ഒരു കറുപ്പ് നാരുണ്ടാവും, ഒരു ഞരമ്പ്, അതെടുത്ത് കളയണം. എല്ലാ ഈ സാധനം എല്ലാ ചെമ്മീനിലും ഉണ്ടാവും, അതെടുത്ത് കളയണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സവാള നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമുക്കൊന്ന് മൂടി വെച്ച് കഴിക്കാം കുറച്ച് നേരം. അപ്പോൾ തക്കാളി പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളൂ. മൂടി വെച്ച് കഴിക്കാം. ഇപ്പൊ നമുക്ക് തുറന്ന് നോക്കാം. അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ചേർക്കാനുള്ളത് വെളുത്തുള്ളി, ഇഞ്ചി, ചതച്ച മുളക്. ഇത് 3 ആഡ് ചെയ്യാം. ഇതിട്ട് അധികം വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനി ചെമ്മീനിലിട്ട് വേവിക്കുമ്പോൾ ബാക്കിയുള്ള കുക്കിംഗ് ആയിക്കോളും.
ലേശം മുളക് പൊടി നമുക്കിത് ചേർക്കണം. മുളക് പൊടി ലേശം ചേർത്താൽ മതി. പിന്നെ ചതച്ച മുളക് എടുത്തിട്ടുണ്ട്, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതൊന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം മൂടി വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, നമുക്കിതിലേക്ക് ആവശ്യത്തിന് 2 പുളി വേണം. ഇത് വന്നിട്ട് കുടംപുളിയാണ്. കുടംപുളി ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക. കുറച്ച് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക, ഉടക്കി കൊടുക്കുക. എന്നിട്ട് ഇത് പിഴിഞ്ഞ ചാറില്ലേ, ഈ വെള്ളം, ഇത് നമ്മുടെ ഈ ചെമ്മീൻ വേവണ സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. കുടംപുളി ഈ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് മെൽട്ടായിക്കോളും. ആ വെള്ളം നമുക്ക് ഈ ചെമ്മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. നമ്മുടെ ചെമ്മീൻ ഇതാ സൂപ്പറായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ് ഇതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടപ്പത്തേക്ക് വെക്കാം, കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതാ ചെമ്മീൻ നമ്മൾ അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ചെമ്മീൻ വെന്ത് കഴിയുമ്പോൾ ഇതിനേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നോളും. ഓക്കെ, ഇത് നമുക്ക് ഒരു അധികം വേകാൻ പാടില്ല. അത് ചെമ്മീൻ വന്നിട്ട് വേകും തോറും ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും, റബ്ബർ പോലെയാവും. ഒരു 5 മിനിറ്റൊക്കെ വെന്താൽ മതി. 5 മിനിറ്റ് കൊണ്ട് സാധനം കുക്കാവും. പിന്നെ വേവിച്ച് കഴിഞ്ഞാൽ സാധനം ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും, അതിൻ്റെ സോഫ്റ്റ്നെസ് പോകും. നമുക്കിത് മൂടി വയ്ക്കാം. 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ ചെമ്മീനിലേക്കുള്ള മസാല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാ എല്ലാം നന്നായിട്ട് വെന്തു, തേങ്ങാക്കൊത്തെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ കളറും നമ്മൾ ഉദ്ദേശിച്ച കളർ കിട്ടി. ഇത് ഇനി നമുക്ക് ചെമ്മീനിലേക്ക് പാർത്തണം. ഓക്കെ, നമുക്ക് ചെമ്മീൻ വെന്താന്ന് നോക്കാം. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒട്ടും ഒഴിച്ചിട്ടുണ്ടായില്ല, പക്ഷെ ഇതാ ഇത്രയും വെള്ളം ഇതിലുണ്ട്. കണ്ടാ, ഈ വെള്ളം ഒരിക്കലും കളയരുത്. ഇതിലാണ് ഇതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ചില ആൾക്കാർ ചെമ്മീൻ വെന്ത് കഴിയുമ്പോൾ അതിന്റെ വെള്ളം ഊറ്റിക്കളയും. വെള്ളം ഒരിക്കലും ഊറ്റിക്കളയരുത്. ഇല്ല, നിങ്ങൾക്ക് വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ ഈ വെള്ളം നമുക്ക് പച്ചക്കറിയിലേക്ക് ചേർക്കാം. അച്ചിങ്ങ, പീച്ചിങ്ങ, അതുപോലുള്ള വെജിറ്റബിളിലേക്ക് കുക്ക് ചെയ്യുമ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നോക്ക്, ചെമ്മീൻ ഇപ്പൊ നല്ല നിവർന്ന് പടി പോലെ തന്നെ ചെമ്മീനാണ്. ചുരുണ്ട് വാലൊക്കെ മടങ്ങി പുള്ളിയുടെ. ഇതേപോലെ ഇത് കുക്കായി കഴിഞ്ഞു. ഏകദേശം അല്ല, ചെമ്മീൻ കുക്കായി കഴിഞ്ഞു. ഇനി ഇത് കഴിച്ചു കഴിഞ്ഞാൽ ടൈറ്റ് ആവും. ഇത് കഴിക്കുന്നവരും ടൈറ്റ് ആവും. നമുക്ക് ഇതിലേക്കുള്ള മസാല ചേർക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് മസാല ഇട്ടിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. എന്താ മണം! സ്മെല്ല് മതി ഊണ് കഴിക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ആ പുളിയുടെ വെള്ളമാണ്. ഇതാ പുളി പിഴിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളം നമ്മൾ ഇതിലേക്ക് ഇരിക്കുന്നു. ഇനി ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഈ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം. ഫുള്ള് ഫ്ലെയിമിലിടാം. ഈ ഫുള്ളായിട്ട് വെക്കാം. ഈ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ സംഭവം റെഡി. ഓക്കെ, ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം എങ്ങനെയുണ്ട് സംഭവം. ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി. നമുക്ക് ഇത്ര വറ്റിച്ചാൽ മതി. ഈ സ്റ്റേജിലൊക്കെയാണ് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ കറക്റ്റ് ആയിരിക്കും. പിന്നെ ടെക്സ്റ്റിങ്സ് ഒക്കെ ആണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കുക. സംഭവം ഓക്കെ. ഈ സാധനം നമ്മ ഏകദേശം ഒരു
ഒരു പറ കുത്തരിച്ചോറിന്റെ അരി കഴിക്കാൻ, സോറി, ഒരു പറ കുത്തരി ചോറ് കഴിക്കാൻ ഇത് 4 പീസ് മതി. ചെമ്മീൻ റോസ്റ്റ്, ഇതാണ് ചെമ്മീൻ റോസ്റ്റ്. എങ്ങനെയുണ്ട് സംഭവം? ആവി പറക്കുന്നുണ്ട്, സൂപ്പറാണ്. ഇത് ചെറിയ ചെമ്മീൻ ഇട്ട് ചെയ്യാം. ഇതിപ്പോ ഞാൻ വാങ്ങിച്ചത് വലിയ ചെമ്മീനാണ്. ഇത് തന്നെ ചെറിയ ചെമ്മീൻ ചെയ്യാം. പക്ഷെ കടൽ ചെമ്മീൻ മേടിച്ചു കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് കിട്ടില്ല. കടലിലെ ചെമ്മീൻ ടേസ്റ്റ് കിട്ടില്ല. ഈ വലിയ ചെമ്മീൻ മേടിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് പിന്നെ കുക്ക് ചെയ്യാം. ചെറിയ പീസാക്കിയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷവും കുക്ക് ചെയ്യാം. അത് നന്നായിരിക്കും. ഇതാവുമ്പോൾ കാണാൻ കുറച്ച് നന്നായിരിക്കും. വലിയ പീസ് അങ്ങനെ കിടക്കും. നമുക്കിത് ബോളിലേക്ക് സർവ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു പറ അരിയുടെ ചോറ് തിന്നാൻ ഇത് ധാരാളം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറാണ്. ചെമ്മീൻ മേടിക്കുന്നത് എപ്പോഴും ഫ്രഷ് ആയിരിക്കണം, അത് മെയിൻ സംഭവമാണ്. ചെമ്മീൻ നോക്കി മേടിക്കാൻ അറിയണം. ചെമ്മീൻ ചീഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരും. ഫ്രഷ് ചെമ്മീനാണെങ്കിൽ ഇതിനടിക്കാൻ വേറെ കറിയില്ല. ഓക്കെ, താങ്ക് യു.